ഭൂമി അഖിലം വാഴും യഹോവയിൽ ഉയർത്തിയിടും ഞാൻ. ഗായകസംഘം മനോഹരമായി പാടി, പക്ഷെ ആരും മിണ്ടിയില്ല. എല്ലാവരും വിചാരിച്ച് പാട്ട് പാടാൻ ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പാടിക്കോട്ട്. ഈ കൺവെൻഷൻ തുടങ്ങിയ വർഷം മുതൽ ഞാൻ ഈ കൺവെൻഷനിൽ 36ാമത്തെ പ്രാവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്നത്. ഇടയ്ക്ക് ചില 1-2 വർഷം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. കൺവെൻഷൻ തുടങ്ങിയ സമയത്ത് ഈ നഴ്സിംഗ് കോളേജൊക്കെ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ്. ആ നഴ്സിംഗ് കോളേജിലെ പിള്ളേർ എല്ലാവരും വരുമായിരുന്നു. ഈ നാട്ടിലുള്ള സകല മനുഷ്യരും വരുമായിരുന്നു. ആ ഏരിയ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ വളരെ പ്രസിദ്ധമായൊരു കൺവെൻഷനായിട്ട്, നിങ്ങളുടെ കറ്റാനം പള്ളിയിലെ കൺവെൻഷനേക്കാൾ കൂടുതലായി ആളുകൾ കൂടുന്ന കൺവെൻഷനായിരുന്നു വെട്ടിക്കോട് കൺവെൻഷൻ. എന്നാൽ ഈ ഇടയ്ക്ക് അല്പം നിന്നെങ്കിലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുത്തി കളയാതെ വീണ്ടും പുനരാരംഭിച്ചതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അവിടുത്തെ സ്ഥലം കിട്ടാതെ പോയതുകൊണ്ട് അത് നന്നായി. അതിനേക്കാൾ നല്ല സ്ഥലമാണ് ഇവിടെ. നിങ്ങളതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തി ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ട അവിടാണെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നവരെയും വരുന്നവരെയും എല്ലാവരെയും ഇടയ്ക്കിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നവരെ കാണാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമായുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ സൗകര്യമാണിത്. എല്ലാം ദൈവം നന്മയ്ക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം നമ്മുടെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം കൺവെൻഷൻ്റെ ഒരു സീസൺ സമയമാണ്. എന്നാൽ ഈ വെട്ടിക്കോട് കൺവെൻഷനിൽ കടന്നു വരുന്നതിനെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസം മുമ്പ് തന്നെ പ്രകാശ് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി മാറ്റിയിട്ടത് കൊണ്ടാണ് നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയത്. ദൈവം അനുവദിക്കുന്ന വർഷം അടുത്ത ആഴ്ച നിങ്ങൾ മാവേലിക്കര സെൻട്രൽ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അവിടെയും നിങ്ങളിൽ കവികൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ഷിജേച്ചൻ്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ തുടങ്ങിയിട്ട് 41ാം വർഷമാണ്. പ്രസംഗം ഞാൻ ആദ്യത്തെ വർഷം പ്രസംഗിക്കുന്ന സമയത്ത് അച്ഛൻ എത്ര പ്രായമായോ? 41 വയസ്സായി, 44 വയസ്സായി. അന്നേരം ഇവിടെ കൺവെൻഷൻ തുടങ്ങിയ സമയത്ത് അച്ഛന് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഈ യോഗത്തിൽ ഏതാനും വർഷം കഴിയുമ്പോഴാണല്ലോ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നൊരു പ്രായമായത്. അന്ന് മുതൽ ഈ യോഗത്തിലുണ്ടായിരുന്ന ആളാണ്. വളരെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വചന ശുശ്രൂഷ വേദികളിൽ ചുമ്മാതാരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഗൗരവത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷയെക്കുറിച്ച് ബോധമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ് ഷിജേച്ചൻ. അച്ഛനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ സ്നേഹിതരെ, ആമുഖമൊന്നും കൂടാതെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വചനം പങ്കുവയ്ക്കുന്നു. 8:30 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയം ഞാൻ സാധാരണ ആദ്യമേ പറയുന്നതിൻ്റെ കാര്യം, ഇയാളിത് എന്ന് നിർത്തുമായിരിക്കും എന്ന് വിചാരിക്കേണ്ട, കൃത്യസമയത്ത് നിർത്തുന്നയാളാണ്. മൊബൈൽ ഫോൺ കയ്യിലുള്ളവർ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻറ്റ് മോഡിലിടുകയോ ചെയ്യണം. ഇടയ്ക്ക് കരയാനും എല്ലാവരെയും വിളിക്കാനും നിലവിളിക്കാനും ഒന്നും ഇടയാകരുത്. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻറ്റ് മോഡിലിടുകയോ ചെയ്യണം എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. ഈ ചില വേദഭാഗങ്ങൾ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ചില അമ്മൂമ്മ കഥകളല്ല. സുവിശേഷം ഒരു ഹാസ്യകല പ്രകടനമല്ല. സുവിശേഷം ഒരു കോമഡി ഷോ അല്ല. സുവിശേഷം ദൈവവചനത്തിൻ്റെ പഠനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്ന് രാത്രി എന്ത് സംസാരിക്കുന്നു എന്നാണ് നമുക്കറിയാനുള്ളത്. കറികലച്ഛനോ ശുചിയച്ഛനോ ഏതെങ്കിലും ഒരു അച്ഛൻ അവരതിന് മുഖാന്തരമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവേ, ഇന്ന് സന്ധ്യയിൽ നീ ഞങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ ധ്യാനിക്കുന്ന വേദഭാഗങ്ങൾ ആരെങ്കിലും മൈക്കിൽ കൂടെ വായിച്ചാൽ, പ്രകാശം വായിക്കാമോ? ഒരു മൈക്കിൽ വായിച്ചു. ഇത് ഞാൻ വായിപ്പിക്കുന്നതിന് കാരണം എനിക്ക് അക്ഷരം അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം കയറിയിരിക്കുന്നതിന് കൊടുത്താൽ
ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എല്ലാവരും കേൾക്കണം. നമ്മളെല്ലാവരും വേദപുസ്തകം കൊണ്ടുവരുന്ന പതിവില്ലാത്തത് കൊണ്ടാണ് ഒരാൾ ഉറക്കം വായിക്കേണ്ടി വരുന്നത്. ഈ POC ബൈബിൾ അല്ലാത്ത ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ വായിക്കാം. അത് വായിക്കാം. ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ വായിക്കാം സർ. ലൂക്കോസ് 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയാണ് വായിച്ചത്. സർ, മൈക്കിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചേക്കണം. ഇനി വായിക്കാനുണ്ട്. ഈ വേദഭാഗത്ത് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ജെറുസലേമിലേക്ക് പോയപ്പോൾ ജെറുസലേമിലെ 1-ാം തരം പള്ളിയും അതിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ സുന്ദരമായ കല്ലുകളും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ വലിയ ആനന്ദമുണ്ടായാലും കർത്താവ് പക്ഷേ ആനന്ദിച്ചൊന്നുമില്ല. കർത്താവ് കരഞ്ഞു. ജെറുസലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. കരഞ്ഞിട്ട് 4 വാക്കുകൾ കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ടാണ് കരയാൻ കാരണം? കർത്താവ് പറഞ്ഞു, ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു. വാടകോരുക എന്ന് പറഞ്ഞാൽ എന്താ? വരമ്പ് കെട്ടിയിരിക്കുക എന്നാണ് അർത്ഥം. ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു. അകത്തും പുറത്തുനിന്നുമുള്ള ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു.